DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ സുപ്രധാനമായ അറിയിപ്പുകൾ എത്തിയിരിക്കുന്നതാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ക്രിസ്മസ് പ്രമാണിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണമാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ക്രിസ്മസ് പ്രമാണിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണത്തിന് ആവശ്യമായ തുക സർക്കാരിന് കണ്ടെത്തുവാൻ കഴിയാതെ വന്നതാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക തന്നെ ഡിസംബറിലും വിതരണം ചെയ്യുന്നതിലേക്ക് സർക്കാരിനെ നയിച്ചത്. നേരത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി 3000 കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും വായ്പയെടുക്കുവാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ആ നടപടികൾ പൂർത്തിയായില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രിസ്മസ് പ്രമാണിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോടെ പെൻഷൻ വിതരണം നടത്തുന്ന 16 ക്ഷേമനിധി ബോർഡുകളിലെ ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവർക്ക് 1600 രൂപ വീതമുള്ള ഒരു ഗഡുവിന്റെ വിതരണമാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്ക് ഈ സഹായം എത്തിച്ചേരുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ ലഭിക്കുന്നവർക്കാണ് തുക എത്തിച്ചേരുക. 27 ലക്ഷം പേരാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വാങ്ങുന്നത്. ഇവർക്ക് തിങ്കളാഴ്ച ഡിസംബർ 23 മുതൽ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ടെത്തി പെൻഷൻ തുക നൽകി തുടങ്ങും. ക്രിസ്മസ് ഡിസംബർ 25 ബുധനാഴ്ചയാണ്. അതിനാൽ തന്നെ 23 തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിച്ചാൽ ക്രിസ്മസിന് മുൻപായി എല്ലാവർക്കും പെൻഷൻ എത്തില്ലെന്ന കാര്യം ഉറപ്പാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവരിൽ ഭൂരിഭാഗത്തിനും 23, 24 തീയതിക്കുള്ളിലായി പെൻഷൻ എത്തിച്ചേരും. വരാത്തവർക്ക് പിന്നെ 26 മുതലായിരിക്കും അക്കൗണ്ടിലെത്തുക. എന്നാൽ വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ എത്തുന്നവരിൽ ഒരു വിഭാഗത്തിന് മാത്രമേ ക്രിസ്മസിന് മുൻപ് വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ചേരുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് ക്രിസ്മസിന് ശേഷം പെൻഷൻ തുക കയ്യിലെത്തുന്നതാണ്. എങ്ങനെയായാലും ന്യൂ ഇയറിന് മുമ്പായി ഏതാണ്ട് എല്ലാവർക്കും തന്നെ ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ളവർക്ക് ആ തുക കുറവ് വരുത്തിയായിരിക്കും ആദ്യം എത്തിച്ചേരുക. അങ്ങനെയുള്ളവർക്ക് 1400 രൂപ, 1300 രൂപ, അതുപോലെ 1100 രൂപയൊക്കെ ആയിരിക്കും എത്തിച്ചേരുക. പിന്നീട് കേന്ദ്രവിഹിതമായ 200 മുതൽ 500 രൂപ വരെ പ്രത്യേകമായി എത്തിച്ചേരും. നിലവിൽ സംസ്ഥാന സർക്കാർ തന്നെയാണ് കേന്ദ്രവിഹിതവും മുൻകൂറായി നൽകുന്നതെന്നാണ് ധനമന്ത്രിയുടെ അറിയിപ്പിൽ വ്യക്തമാകുന്നത്. കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ 2023 ജൂലൈ മുതലുള്ള 425 കോടിയോളം രൂപ ഈ നവംബർ വരെ കുടിശ്ശികയുണ്ടെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. ഈ സർക്കാർ വന്ന ശേഷം 33,800 കോടിയോളം രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ ഈ ക്രിസ്മസിന് ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയായിരിക്കും എല്ലാവർക്കും എത്തിച്ചേരുക. സർക്കാർ നൽകുവാനുള്ള 4 മാസത്തെ കുടിശ്ശിക പെൻഷൻ അതുപോലെ തന്നെ തുടരും. അതിനിടെ ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുന്നവർക്കെതിരെയുള്ള നടപടികളും സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ വാങ്ങിയ 6 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. 1000-ലധികം ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടികൾ വരുന്നത്. ഉയർന്ന ജീവിത സാഹചര്യം ഉള്ളവർക്കെതിരെയും നടപടികൾ വരുന്നതാണ്. 2000 സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള കോൺക്രീറ്റ് വീടുകൾ, AC ഉള്ള റൂമുകളുള്ള വീടുകൾ, 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള സ്വകാര്യ കാറുള്ളവർ, സർവീസ് പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയവരൊക്കെ അനർഹരാണ്. ഇത്തരക്കാർ പഞ്ചായത്തിൽ ചെന്ന് പെൻഷൻ സ്വമേധയാ റദ്ദു ചെയ്യിക്കണം. ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ച് റദ്ദു ചെയ്താൽ ചിലപ്പോൾ വാങ്ങിയ പെൻഷൻ തുകകൾ 18% പലിശ ഉൾപ്പെടെ തിരികെ നൽകേണ്ടി വരും. തിങ്കളാഴ്ച DBT സെല്ലിൽ നിന്നും പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചാൽ ഉടനെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.